കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും. അയ്യോ മഴ പെയ്യുവാ. അഞ്ചുരുളി ടണലിനകത്ത് മഴ പെയ്യുമ്പോഴുള്ള അവസ്ഥ എല്ലാരും പേടിച്ച് ഇടിയും മിന്നലും കാരണം എല്ലാരും പോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങള് കട്ടക്ക് ഇവിടെ ഉണ്ട് നിങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയൊക്കെ സംഭവങ്ങളായിരിക്കും സംഭവിക്കാറുള്ളത്. അതെനിക്ക് മാത്രം ഒരു പ്രത്യേകതയാണ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാഗമൺ റോഡ് ട്രിപ്പാണ്. സോ നമ്മുടെ വാഗമൺ പോകുന്ന പ്ലാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വേറെ ദിവസം പോകുന്നതായിരിക്കും. ഇപ്പം നമ്മൾ പോകുന്നത് അഞ്ചുരുളിയിലാണുള്ളത് പോകാൻ പോകുന്നത് അല്ലേ വേദു അല്ലേ? ഇവിടെ അടുത്താണ്, അഞ്ചുരുളിയുടെ അടുത്താണ്. നമ്മളവിടെ പോവാണ്. അവിടുത്തെ പോയിട്ട് നല്ല രസമാണ് കാണാൻ അല്ലേ വേദു? നീ പോയി ഓർക്കുന്നുണ്ടോ? ഓക്കെ, വേദു തന്നെ ആക്കി പറഞ്ഞാണ്, സാരമില്ല. ഓക്കെ, നല്ല സ്ഥലമൊക്കെ ആണോ നിങ്ങൾക്ക്? അയ്യോ, നിങ്ങൾക്ക് ട്രിപ്പൊക്കെ പോകാൻ പറ്റുകയാണെങ്കിൽ അടിപൊളി പ്ലേസ് ആയിരിക്കും. ഇനിയിപ്പോൾ അടുത്തടുത്ത വ്ളോഗ്സൊക്കെ ഇടുന്നതായിരിക്കും, നമ്മളെല്ലാവരും കാണണം. എങ്കിൽ എന്താണ് ഇത് അഞ്ചുരുളിയുടെ പ്രത്യേകതകൾ? അവിടെ ഇഷ്ടംപോലെ ഉരുളി ഉണ്ട്, അതുകൊണ്ടാണ് അഞ്ചുരുളി എന്ന് പറഞ്ഞാൽ 5 ഉരുളികൾ കമിഴ്ത്തി വെച്ചത് കൂട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസർ. അല്ലാതെ ആ ഉരുളികൾ ഉള്ളത് കൊണ്ടൊന്നും അല്ല അഞ്ചുരുളി എന്ന് പേര് വന്നത്. അത് എൻ്റെ സിസ്റ്റർ പറഞ്ഞതാണ്, അതുകൊണ്ടൊന്നും അല്ല കേട്ടോ. കാണിച്ചിട്ട് ഇറങ്ങിയിട്ട് ഫുള്ള് കാണിച്ചു തരാം. അടിപൊളിയായിട്ടുണ്ട്. ഇതുണ്ടോ മൊത്തം കാട്. കാട് ഓക്കെ, കണ്ടുകൊണ്ട് നല്ല രസമാണ് ഇവിടെ എല്ലാം. എനിക്കത് പറയാനുള്ളത്, നല്ല രസമാണ്. ഓക്കെ, അപ്പം നിങ്ങൾ എത്തിരിക്കുകയാണ്. ഇവിടെ ഒത്തിരി ആൾക്കാരൊന്നും ഇല്ല. ആൾക്കാരൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല, ഒത്തിരി ആൾക്കാരുണ്ട്. അയ്യോ, ഞാൻ ഫസ്റ്റ് സോഷ്യൽ ആൻസൈറ്റി എന്നൊക്കെ പറയാം, പേടിയാണ്. എല്ലാവരും നമ്മളിങ്ങനെ നോക്കുകയാണ്. അയ്യോ നോക്ക്, ഞാൻ നിങ്ങളൊരു സംഭവം കാണിച്ചു തരാവേ. നോക്ക് 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 നോക്ക്, ഇതൊക്കെ എത്രത്തോളം ഇതിനകത്ത്. അയ്യോ മഴ പെയ്യുവാ, മഴ പെയ്യുവാ. ഇത് കണ്ടോ, ഇതിൽ നിങ്ങനെ വീണ തെറ്റിയ തീർന്നു. അതെ, അയ്യോ അപ്പൊ മഴ പെയ്യുന്നു, ഫുള്ള് ബ്ലോക്കായി. ഇത് കണ്ടോ, ഇടിയും മിന്നലുമാണ്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വീട്ടിൽ പോകണോ? ഇതൊന്നും കാണിക്കാൻ പറ്റില്ല ഇവിടെ നടന്നെന്നും. ഇനിയിപ്പം എടുക്കണമെന്നുണ്ട്, എടുക്കണ്ടെന്നുണ്ട്, കാരണം അത്ര കിടിയാണ്. അതെ, ഫ്ലോപ്പായി. ഇന്നത്തെ ട്രിപ്പ് ഫുള്ള് ഫ്ലോപ്പായിരിക്കുകയാണ്. എടുക്കണോ? അഞ്ചുരുളി ടണലിനകത്ത് മഴ പെയ്യുമ്പോഴുള്ള അവസ്ഥ ഞങ്ങൾ ഇത് പറ്റത്തില്ല. ഫുള്ള് ഞങ്ങൾ നനഞ്ഞു കുളിച്ചു, ഫുള്ള് ഇതാണ്. അതുപോലെ ഇടിയും മിന്നലാണ്, കണ്ടോ? ഇതാണ് ഇതിന്റെ അവസ്ഥ. അതെ, ഞങ്ങൾ ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതെ, റിസ്ക് ടിസ്കിയാണ്. അതുപോലെ ഇടിയുമാണ്. ടണലിന്റെ മേളിൽ കൂടെ നിങ്ങൾ ആരും വെള്ളം കണ്ടിട്ടുണ്ടോ? ഇതാണ്, പക്ഷെ ക്ലിയർ ആണോ എന്ന് എനിക്കറിയത്തില്ല. വേണ്ട, ഇതുപോലെയാണ് ഇതൊക്കെ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ആൻഡ് ഫുള്ള് ഞങ്ങൾ നനഞ്ഞു, മൊത്തത്തിൽ ഞങ്ങൾ നനഞ്ഞു. ഞങ്ങൾ റിസ്ക് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഫുള്ള് പോപ്പൊക്കെ കണ്ടിരിക്കുകയാണ്. ഫുള്ള് ടോപ്പിൽ നിന്നാണ് ഈ വെള്ളം വരുന്നുണ്ടോ? ആക്ച്വലി വീഡിയോ അയ്യോ കണ്ടോ, ഇവിടുത്തെ നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഒന്നും ഇപ്പൊ കാണാൻ പറ്റില്ല, മഞ്ഞ് കാരണം. ഒരു കോഴ്സ് കൂടി ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോൾ മഴ പെയ്തു, മൊത്തത്തിൽ നനഞ്ഞു കുളിച്ച് വാരിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എല്ലാവരും പേടിച്ച് ഇടിയും മിന്നലും കാരണം എല്ലാവരും പോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ കട്ടക്ക് ഇവിടെ ഉണ്ട് നിങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഗൈസ്, നമുക്ക് എനിക്ക് പേടിയാക്കി ഫോൺ എടുത്തു പോയോ? ഓക്കെ, ഇടിമിന്നൽ അത്രയും ഉണ്ടായിരുന്നു, എനിക്ക് വയ്യ. ഓക്കെ, എത്ര ഉള്ളു നിങ്ങൾ കണ്ടല്ലോ, കുളിച്ചു വാരി എന്താ ഫോണൊക്കെ നനഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ തിരിച്ചു കയറുവാണ്. അയ്യോ, ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇത് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തില്ല, കാരണം മഴ പെയ്യുന്ന പറഞ്ഞു ഇത്രയും മഴ ഒന്നും പ്രതീക്ഷിച്ചില്ല. എല്ലാവരും എൻ്റെ വോയിസ് ക്ലിയർ ആണെന്ന് പോലും എനിക്കറിയത്തില്ല ഈ മഴ കാരണം.
പക്ഷെ കുഴപ്പമില്ല. ഉണ്ടോ അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ. ഇങ്ങനെ ഈ ഒരു കാര്യൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നനഞ്ഞിട്ട് ഇനി വണ്ടിയിൽ എങ്ങനെ ഇരിക്കുന്ന പോലും എനിക്കറിയത്തില്ല. വേദമൊക്കെ നേരത്തെ സ്ഥലം ഉണ്ടോ ഭയങ്കര അതെ അതെ. എൻ്റെ ഒരു ഷൂ എല്ലാം കൊണ്ടും ഒരു എനിക്ക് പറയാൻ പറ്റത്തില്ലൊന്നും. ഒരു ഒരു ഇതായിരുന്നു. എന്നാലും ഞാൻ അത്രയും ഞാൻ വ്ളോഗ് എടുത്തു. അതെൻ്റെ ഒരു ഹെൽപ്പ് കൊണ്ട് മാത്രമാണ്. ഇതൊന്നും നിങ്ങളാരും ഇതൊക്കെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ് ജീവിതത്തിൽ. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി പോയി. പിന്നെന്താ ഞാൻ കണ്ടോ അത്രയുണ്ട്. ചുമ്മാ എൻ്റെ വെള്ളം ഇങ്ങനെ വരുവാണ്ട് അത്രയും ഫോഴ്സിലാണ്. ഇവിടെ മഴ വരുന്ന സമയത്ത് ഒരിക്കലും ഇവിടെ വരാൻ പറ്റത്തില്ല. കാണിച്ച് കണ്ടോ ഇത്ര ഈ വഴിയൊക്കെയാണ് ഇപ്പോൾ വന്നത്. ആൻഡ് കണ്ടോ കുടയൊന്നും എടുക്കാതെ ആരും ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും പോകരുത്. അത് എൻ്റെ ഒരു അപേക്ഷയാണ്. അത് മഴ പെയ്യാൻ ഞാൻ ജസ്റ്റ് ഒന്ന് മാറിയിട്ടങ്ങ് പോയി. ഇമാതിരി ഞാൻ പ്രതീക്ഷിച്ചില്ല. അയ്യോ ഞങ്ങൾ വീണ്ടും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മഴ കുറഞ്ഞു. അപ്പം മഴ കുറഞ്ഞപ്പം വീണ്ടും ഞങ്ങൾ പോയി എടുക്കാൻ തീരുമാനിച്ചു. കാരണം ഇത്ര നമ്മൾ വന്നതല്ലേ, അപ്പോൾ ബാക്കിയും കൂടെ എടുക്കണമല്ലോ. എനിക്ക് തണുക്കുന്നു. കാരണം കാണാൻ പറ്റും. അതൊക്കെ അവിടെ മഴ അതിൻ്റെ ഇടയ്ക്ക് വെയിലടിക്കുന്ന സീന് മഴയത്താണെങ്കിലും അടിപൊളി നിങ്ങൾക്ക് സീൻ കാണാൻ പറ്റും. ഇതുപോലത്തെ അത് മീൻ പിടിക്കുന്ന ആളുകളാട്ടോ. അത് മീൻ പിടിക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ? മീൻ പിടിക്കുന്ന അവർ ആ ഷെഡ് ഇട്ട് അവിടെ നിന്ന് മീൻ പിടിക്കും. കണ്ടോ മഴ കൂടിക്കൂടി വരികയാണ് വീണ്ടും വീണ്ടും. കണ്ടോ ഇങ്ങനത്തെ കാഴ്ചകൾ നമുക്ക് വേറെ എവിടെ കിട്ടും? എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. അയ്യോ നനഞ്ഞതാണ്. അത്രയും നല്ല റിസ്ക്കാണ്. ഞങ്ങൾ റിസ്ക് എടുത്താൽ നിങ്ങൾക്ക് നല്ല അടിപൊളി കാഴ്ചകൾ കാണാൻ ഭാഗ്യം തന്നിരിക്കുകയാണ് ഞങ്ങൾ ഓരോരുത്തരും. ഞങ്ങൾ ഇത്രയും ആൾക്കാരുണ്ട് കേട്ടോ. ഇവരൊക്കെ സപ്പോർട്ടിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. നനഞ്ഞു എനിക്ക് കാണാനല്ല വീഡിയോ നിങ്ങൾ കാണുമല്ലോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഭയങ്കര അത് മഴയത്ത് നിങ്ങളൊരു കാഴ്ച ഞാൻ കാണിക്കാൻ പോവാണ്. എൻ്റെ ചാനലിൽ മാത്രം കാണാൻ പറ്റുന്ന കാഴ്ചകളാട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ കാണുന്ന കണ്ടോ, ആ വെള്ളമൊക്കെ കണ്ടോ, അതാണ് ആദ്യത്തെ. അത് മാത്രമല്ല നിങ്ങൾക്കൊരു സാധനം ഞാൻ പറഞ്ഞു തരാം. എന്താ വെച്ചാൽ ആ ഗ്യാപ്പ് ഉണ്ട്, അതിൽ കൂടെ വരുന്ന വെള്ളം കട്ടപ്പനയാറിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. കണ്ടോ എൻ്റെ ചാനൽ മാത്രമൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെന്താ നല്ല രസമല്ലേ ഇവിടെ കാണാനായിട്ട്. ഇത് അവിടെ ഒരു വീടല്ലേ ഇത്? വീടല്ലേ ഇത്? അതെ ഇതാ നോക്ക്, ഇതൊക്കെ വീടല്ലേ? അതെ അതെ അതെ. ഇതൊക്കെ എന്ത് രസം. അതെന്ത് ലക്കിയാണ്. കാരണം ഇത്രയും നല്ല സ്ഥലത്തൊക്കെ വ്ളോഗ് എടുത്ത് കഴിഞ്ഞത്തേക്കിന് മഴയൊക്കെ തോന്നിയിരിക്കുകയാണ്. ഇന്നാണോ ദൈവം എനിക്കറിയില്ല. ഞാൻ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയൊക്കെ സംഭവങ്ങളായിരിക്കും സംഭവിക്കാറുള്ളത്. അതെൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അപ്പം എനിവേ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾ വരണം. ഇതൊക്കെ ഒന്ന് അനുഭവിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ നിങ്ങൾക്ക് ഇത് കുറച്ച് സാഹസികമാണ്. നമ്മൾ ഫ്ലോപ്പ് ആയതിനെ ഇങ്ങനെയാക്കി തീർത്തിരിക്കുകയാണ്. അപ്പം അതെല്ലാം ഞങ്ങളുടെ റിസ്ക് കൊണ്ടാണ്. അപ്പം ഇങ്ങനെയുള്ള വ്ളോഗുകൾ നിങ്ങൾക്ക് ഇനി കാണണമെങ്കിൽ ഇതുപോലത്തെ വ്ളോഗൊക്കെ ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അപ്പം കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.